പൈസ അങ്ങനെ ഇങ്ങനെ എല്ലായിടത്തും പോയി നയിച്ചു കാണ്ടും അങ്ങനെ കുറേച്ച പൈസ കിട്ടുന്ന കിട തങ്കരിച്ച് കുറേ അടക്കൊളിച്ചും അങ്ങനെ ഇങ്ങനെയൊക്കെ ഉണ്ടാക്കി കൊടുത്തതാണ്. പിന്നെ അന്നൊക്കെ ചെറിയ കുട്ടിയെ കൂടി ശരിക്കും ഇതാക്കാണ്ട് കൊടുത്തുണ്ടാക്കിയ പൈസ അങ്ങനെ തങ്കരിച്ച് അജ്ജിന് പോകണമെന്ന് വിചാരിച്ചാണ് ഉണ്ടാക്കിയ പൈസയാണ്. അങ്ങനെ കൊടുത്ത് പിന്നെ കുറേ ഞങ്ങൾ കഷ്ടപ്പെട്ട് കുറേ അസുഖം വരും, പിന്നെ പോകണില്ലായിരുന്നു, കുറേ കാലം കൊണ്ടുപോകും പറഞ്ഞിരുന്നു. പിന്നെ ഇന്ന ഡേറ്റിന് പോരും, ഇന്ന ഡേറ്റിന് പോകാറുണ്ട്. പിന്നെ സൂചിയും വെപ്പിച്ച് ഇന്ന ഡേറ്റിന് പോകാറുണ്ട്. 1400 അതിനുമായി. പിന്നെ ഇതിനൊക്കെ ഈ എഗ്രിമെൻ്റ് എഴുതിച്ചാൽ കുറേ പൈസ അങ്ങനെ ചിലവായി. കഴിഞ്ഞിടത്ത് അജ്ജിന് പോകാൻ കൊണ്ടുപോകും പറഞ്ഞാണ് കുറേ എഗ്രിമെൻ്റ് എഴുതിച്ച്. ഒരാൾ ഏതാണ് ഇവർക്കൊക്കെ നമ്മൾ പൈസ കൊടുക്കണ്ടേ. അങ്ങനെ കുറേ കഷ്ടപ്പെട്ടുണ്ടാക്കിയ പൈസയാണ്. പിന്നെ ഓന് 3-ാം തീയതി പോവാം, 10-ാം തീയതി പോവാം അങ്ങനെ പറഞ്ഞ് കുറേ ഒരുക്കി എല്ലാവർക്കും ഞങ്ങൾ തയ്യാറായി, എല്ലാ കുടുംബക്കാരും വന്ന് എല്ലാം ചെയ്തു. പിന്നെ ഓൻ കിട്ടിയതാണ്. എത്രയോ കഷ്ടപ്പെട്ടാണ് ആ പൈസ ഉണ്ടാക്കി. എന്നും ഓരോ സോക്കറും വെജായിട്ട് അതിൻ്റെ ഇടയിൽ കുട്ടികൾക്കൊന്നും ശരിക്കും പഠിച്ചാൻ പോകാനൊന്നും കൊടുക്കാതെ പൈസ ഇല്ല അറിഞ്ഞുണ്ടാക്കിയാണ്ട് ഉണ്ടാക്കിയ പൈസ. ഇപ്പോൾ കുട്ടികൾ പറഞ്ഞു ഞങ്ങൾക്കൊന്നും തരാണ്ട് ഉണ്ടാക്കിയ പൈസ ആയിട്ട് തന്നെ നിങ്ങൾക്ക് അങ്ങനെ പോകാൻ ചാഞ്ഞാറിഞ്ഞാണ്ട് ഓല് ഇങ്ങനെ പറയും. എത്ര കഷ്ടപ്പെട്ടുണ്ടാക്കിയത്. കുറേ കാലം മുന്നേ മരിച്ചിട്ടുണ്ട് എൻ്റെ ഭർത്താവൊക്കെ. 10-15 കൊല്ലമായി മരിച്ചിട്ട്. അന്ന് മുതൽച്ച് ഇങ്ങനെ കുറേച്ച് ഉണ്ടാക്കി വെച്ച പൈസ. ഇവള് ജ്യേഷ്ഠത്തി പറഞ്ഞത് നല്ല ട്രാവൽസാണ്, ഇജ്ജ് ഒറ്റയ്ക്ക് പോകണത്തിന് നമുക്ക് ഉണ്ടാക്കൂടി ഒന്നിച്ച് പോയിക്കൂടി, നമ്മൾ ഏട്ടത്തി അനുസരിച്ചല്ലേ അറിഞ്ഞാണ്ട് അങ്ങനെ ഓള് കൊടുത്ത. അപ്പോൾ ഞാൻ പറയും ഓളോണ്ട് ഇജ്ജല്ലേ കൊടുത്തതിൻ്റെ പൈസ വാങ്ങി തന്നല്ലാണ്ടത്തെ ഞാൻ കാട്ടുന്നു. ഇങ്ങോട്ട് കുറേ ഗവൺമെൻറ്റിന് കൊടുത്തോളിമ്മ, ഞങ്ങൾ തരും പൈസ, ഞങ്ങൾക്ക് തരും പറഞ്ഞാണ്ട് കഴിഞ്ഞ അടവിന് തരും പറഞ്ഞ്. കഴിഞ്ഞ അടവിനും തന്നില്ല. ഇപ്പോൾ ഈ അടവ് 30-ാം ഇടയിൽ അടക്കണം. ഇപ്പോൾ പറഞ്ഞും തരും എന്ന് പറയും. ഓൻ തരൂല. 2-ാം കൊല്ലവും പറയണ്ട അങ്ങനെ ഞാൻ തരും, നിങ്ങൾ അജ്ജിന് ഞാൻ കൊണ്ടുപോകും ഉറപ്പ് തന്നെയാണ്, ഞാൻ പറഞ്ഞെൻ്റെ വാക്കാണ്, ഞാൻ പറഞ്ഞ അങ്ങനെ മാറ്റൂല, അങ്ങനത്തെ ചതിയനല്ല, ഞങ്ങളെ പോലെ നിസ്കരിച്ചതിനും തജ്ജുദ് നിസ്കരിച്ചതിനൊക്കെ ആളാണ് അറിഞ്ഞാണ്ട് അങ്ങനെ ഓരോ ദിവസം നീട്ടി പറയുക. നമ്മളിങ്ങനെ കേൾക്കും. അല്ലാണ്ട് ഇപ്പോഴത്തെ നമ്മളെ കാട്ടിന് പൈസ തരാറിഞ്ഞു. ഇപ്പോൾ ഈ അടവ് ഞാൻ അയച്ചായില്ലോ, ഓൻ പൈസ ഒന്നും തരൂല, ഓനോണ്ട് കിട്ടുള്ളൂ. ഇനിയിപ്പോൾ എന്താ ഈ അടവിനെ കാട്ടണമെന്ന് വിചാരിച്ചിരിക്കുക. പോവാനിപ്പോൾ ഒരടവ് അടിച്ച് അത് കടം കള്ളിയൊക്കെ വാങ്ങിയാൽ ആരും അടിച്ച്. ഇപ്പോൾ 2-ാമത്തെ അടവിന് ഇപ്പോൾ എന്താ കാട്ടുക വിചാരിച്ചേക്കും. ഓൻ്റെ പൈസ ഇട്ടിനും പോകില്ലല്ലോ, ഞാൻ അടുക്കാൻ ആ പൈസ തിരിച്ചും കിട്ടൂല. അങ്ങനെ കഷ്ടപ്പെട്ട് ഇങ്ങനെ ഇപ്പോൾ ദിവസമാണേനനുസരിച്ച് ഞങ്ങൾക്ക് ബേജാറ്. ഇനി എന്താ പൈസക്ക് കാട്ടുക വിചാരിച്ചാണ്ട്. ഇനി അതിനകത്തൊന്നും ദിവസമൊന്നും ഇല്ലല്ലോ, ഈ 30-ാം തീയതിനുള്ളിൽ അടക്കണമെന്നാണ് പറഞ്ഞത്. ആദ്യത്തെ അടവ് അങ്ങനെ അടിച്ച് ഒക്കെ കഴിഞ്ഞ്. ഇപ്പോഴത്തെ എല്ലാവരോടും അപ്സര തരും പൈസ, അപ്പം നിങ്ങൾക്ക് തരേണ്ടി അറിഞ്ഞാണ്ട് അങ്ങനെ എല്ലാവരോടും കടം ചോദിച്ചും ബാക്കിയുള്ളവരോടൊക്കെ ചോദിക്കും. ഓല് അറിയും. ഇപ്പോൾ ഓള് പറഞ്ഞതിന് കൊടുത്തതല്ലോ, ഓലോട് ചോദിച്ചു നോക്കും, ഓളോട് വാങ്ങിക്കുക പൈസ. ഞങ്ങളോട് ആരോടും ചോദിച്ചില്ലല്ലോ, അറിയാം ഞങ്ങളാരൊക്കെ. പൈസ കൊടുത്ത് അന്ന് 5.25 കൊടുത്തിന്. ഇപ്പം ഇതിനുള്ള ബാക്കിയുള്ള പൈസ ഒക്കെ ഇപ്പോൾ 1.5 അടിച്ച്, ഓരോരുത്തരും 1.5 അടിച്ച്. ഇനി ബാക്കി ഈ പൈസക്ക് ഇനി 1.25 ഈ അടവ് അടുത്ത അടവ് അടക്കണം. ഇനിയിപ്പോൾ എന്താ കാട്ടുക വിചാരിച്ച് ഇങ്ങനെ നിൽക്കുകയാണ്. നമുക്കൊരു ദിവസം ചെല്ലും തോറും പേടി, ഇനി ഈ പൈസയിൽ നിന്ന് തിരിച്ച് കിട്ടൂല, ഈ പൈസ അടക്കാൻ കഴിയാഞ്ഞാൽ അത്രയും കഷ്ടപ്പെട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. അപ്സര തരന്നമാണ് ഞങ്ങൾക്ക് ഇക്കുറിയെങ്കിലും അടക്കാൻ. ഇനി എന്താ കാട്ടുകല്ലേ, ഇങ്ങനെ മാർഗത്തിൽ ഇങ്ങനെ നിൽക്കുക. എന്നും ബേജാറ്. ആരോട് പറയണ്. ഓല് പറയും നിങ്ങൾ ഇപ്പം തന്നെ കയ്യാടെ കൊടുത്ത് അപ്സലിൻ്റെ വർത്താനം കേട്ട് നിങ്ങൾ കൊടുക്കണ്ടീന്ന് പറയും. അപ്സല് കൊടുത്തോളി ഇമ്മ, നിങ്ങൾ കൊടുത്തോളി, ഞാൻ തരും നിങ്ങൾ കൊടുത്തോളി, ഗവൺമെൻറ്റിന് കൊടുത്തോളി അങ്ങനെ പറഞ്ഞ് പറ്റിച്ചോ കൊടുപ്പിച്ചത്. അപ്പോൾ കൊടുപ്പിച്ചപ്പോൾ ഇപ്പോഴും ഇല്ല ഓരോ പൈസയൊന്നും. പൈസ ഉണ്ടാക്കിയാൽ രംഗമൊന്നും വിചാരിച്ചുകൂടെ, പറഞ്ഞും ചെയ്തുകൂടാ. ഒരാളോട് പറഞ്ഞിട്ട് ഇപ്പോൾ അത് കാണൂലല്ലോ, അള്ളാഹ്ക്ക് തന്നെ അറിയുള്ളൂ എങ്ങനെ ഉണ്ടാക്കിയെന്ന്. എങ്ങനെയും പൈസ ഉണ്ടാക്കിയ രംഗമൊന്നും ഇപ്പം നമുക്ക് പറയാൻ പറ്റൂല. അത്രയും കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയ കുറേ അടക്കൊളിച്ചാണ്ടും കുറേ അങ്ങനെയും ഇങ്ങനെയും കുറേ പെൻഷനും വിധവ പൈസ കിട്ടും കുറച്ച് മാസത്തിലും ഒക്കെ തങ്കരിച്ച് ഉണ്ടാക്കിയ പൈസ കുറേ നയിച്ചുകൊണ്ടൊക്കെ. പിന്നെ കുട്ടികളൊന്നും വലിയ ആയില്ല. അന്നൊക്കെ ഇപ്പോൾ വന്ന മോന് 7-ാം ക്ലാസ്സിൽ പഠിച്ചതാണ്. ഇത്രയും ചെറുപ്പത്തിൽ ഓലൊക്കെ ഉണ്ടാക്കിയ പൈസയാണ് എല്ലാ കുട്ടികളും. അങ്ങനെ കഷ്ടപ്പെട്ടാൽ എങ്ങനെയായാലും ഞങ്ങൾക്ക് പൈസ കിട്ടണം, എല്ലാവരും അറിയും വേണം അതിന് വേണ്ടിയത്. ലജ്ജിനുള്ള പൈസ അല്ലേ, ഏത് തട്ടിപ്പായാലും ഇങ്ങനത്തെ ഒരു പൈസ ഒരു കാട്ടി കൂട്ടൂല, ലജ്ജിനുള്ള പൈസ. അപ്പോൾ നമ്മളിങ്ങനെ കാട്ടുമെന്ന് നമ്മളറിയില്ല. ഇപ്പോൾ ഓളെ ഒറ്റ പറയുന്ന കാര്യമില്ല, ഓളെ യഥാർത്ഥം വിചാരിച്ച് നമുക്ക് ഏട്ടത്തി അനുസരിച്ചല്ലേ ഒന്നിച്ചാൽ പോകാൻ. നയിച്ചൊരാളാവും, എനിക്കൊരാളാവും ക്ലാസ്സിനൊക്കെ പോകാൻ അറിഞ്ഞ് അങ്ങനെ ഓള് പറഞ്ഞ് അങ്ങനെ. അപ്പോൾ അങ്ങനെ കൊടുത്തും ചെയ്ത്, ഇല്ലാണ്ട് ഉണ്ടാക്കിയൊക്കെ കൊടുത്തും ചെയ്ത് അങ്ങനെ ഉണ്ടായ പൈസയാണ്.